والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. യുവതിയുടെ അധ്യക്ഷൻ ബഹുമാനായ ചമ്മക്കുപ്പുന്ന ഹാജി, ബഹുമാനായ പട്ടിക്കാട് ജാമിഅ അറബി കോളേജ് പ്രിൻസിപ്പൽ, സമസ്തകാല ജമിയത്തുലമയുടെ കാര്യദർശിയുമായ ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആദരിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ അഭിമാനമായ വർഷങ്ങളോളം ഇവിടെ ദീനി വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം നൽകി ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കിയെടുത്ത ബഹുമാനനായ ഉസ്താദ് മുഹമ്മദ് ബഖവി, ബഹുമാനനായ കെ എസ് കാടാമ്പുഴ മുസഹാജി, മറ്റിപ്പോൾ ബഹുമാനപ്പെട്ട PT കുഞ്ഞഹമ്മദാജി, മറ്റു നേതാക്കൾ, നേതാക്കളായ മത്സരം പങ്കെടുത്ത ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും മഹത്തായ ഒരു പരിപാടിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിന് പ്രഭ നടത്തിക്കൊണ്ട് 10 വർഷക്കാലമായി ഇവിടെ മുദരിസായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് അലി ബഖവി, അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു വേദി ഇവിടെ ഉണ്ടാക്കി എന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠവും മഹത്വവുമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെ സംബന്ധിച്ച് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ പൂർവിക സമുദായത്തിലെ പ്രവാചകന്മാരെ പോലെയാണ്. അവര് പ്രവാചകന്മാരായി അല്ലാഹു നിയോഗിക്കപ്പെട്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി ഈ സമുദായത്തിൽ അല്ലാഹു നിശ്ചയിക്കപ്പെടുന്ന ആളാണ് പണ്ഡിതരെന്ന് പറയുന്നത്. അപ്പൊ പണ്ഡിതന്മാരെയും അല്ലാഹു നിശ്ചയിക്കുന്നു, പ്രവാചകന്മാരെയും അല്ലാഹുവാണ് നിശ്ചയിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ 2 വിഭാഗത്തെയും 2 സമുദായങ്ങളുടെ നേരായ മാർഗത്തിൽ അവരെ നയിച്ചു കൊണ്ടുപോകാനുള്ള ആ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥാനത്ത് അവരെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണ്ഡിതന്മാർ, ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ, അത് അമ്പിയായി ബനു ഇസ്രായേലുകൾ അമ്പിയാക്കന്മാർ പോലെയാണ്. എന്താണ് അവർ ഈ ബനു ഇസ്രായേൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഈ സമുദായത്തിലെ പണ്ഡിതന്മാര് അവരുടെ വറസത്താണ്, അനന്തരാവകാശികളാണ്, അനന്തരഗാമികളാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം യുവരിസു ദീനാറും വലാ ദിർഹം. അവർ ദീനാറും ദിർഹമും ഒന്നുമല്ല ഈ പണ്ഡിതന്മാർക്ക് അനന്തരമായി കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാര് പ്രവാചകന്മാരിൽ നിന്ന് അനന്തരം എടുത്തിരിക്കുന്നത് ദീനാറ്, ദിർഹമ്, റിയാല് ഒന്നുമല്ല. നേരെ മറിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന അനന്തരം വറസുൽ ഇൽമ, അവർ ഇൽമിനെയാണ് അനന്തരമായി നൽകിയത്. അതൊരു പണ്ഡിതന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതനായി അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നവരുടെ പാണ്ഡിത്യത്തിലൂടെയാണ്. വേറെ ഒരു വിശേഷണവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്കുള്ള വിശേഷണം അവരുടെ ഇൽമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം അല്ലാഹു എല്ലാവർക്കും നൽകില്ല. അല്ലാഹു പ്രത്യേകമായി അതിനെ നിശ്ചയിക്കപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ നൽകുകയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച, അള്ളാഹുവിന്റെ നൂറ് ലഭിച്ച, അള്ളാഹുവിന്റെ പ്രഭയും പ്രകാശവും പകർത്താൻ സാധിച്ച
ഒരു പണ്ഡിതനാകുക എന്നത് തന്നെ വലിയ ആദരവാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ പണ്ഡിതൻ പണ്ഡിതോചിതമായി ജീവിക്കാൻ അവൻ ബാധ്യതയുണ്ട്. പണ്ഡിതന്മാരാകാം, പക്ഷെ പണ്ഡിതന്മാരുടെ പണ്ഡിതോചിതമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പണ്ഡിതനിൽ നിന്നും കാണുന്നത്. അങ്ങനത്തെ ജീവിതം, അതെന്താണ് ആ ജീവിതം എന്ന് പറയുന്നത്? അവർ പണ്ഡിതന്മാർ ആകുമ്പോൾ ആ പണ്ഡിതന്റെ പാണ്ഡിത്യത്തിനനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതും പ്രതീക്ഷിക്കപ്പെടുന്നതും. അതിന് പറ്റുന്നവരൊക്കെ ആദരവുള്ള പണ്ഡിതന്മാരാണ്. എന്നാൽ ആദരവില്ലാത്ത പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഉണ്ടാവുകയും ചെയ്യും. ആദരവില്ലാത്ത പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ദീനിനെ അപകടപ്പെടുത്തുന്ന, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ദീനിനെ പഴവിലേക്കും ഈ സമുദായത്തിനെ വലാലത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനവുമായി ഇവിടെ ആരെങ്കിലും വരുമ്പോ അവരെ യഥാർത്ഥത്തിൽ സമുദായത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അവരാരാണ് എന്ന് വ്യക്തമായി അവരുടെ ആദർശങ്ങളെയും ആശയങ്ങളെയും അവരുടെ വാദഗതികളെയും ഒക്കെ തന്നെ തുറന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു ഉത്തരവാദിത്ത പണ്ഡിതനാണ്. എന്നാൽ അങ്ങനത്തെ ഒരു പണ്ഡിതൻ അത് ചെയ്തില്ലെങ്കിലോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഹറത്തിൽ ബിദഅു വസക്കത്തൽ ആലിമു. ഇങ്ങനെയുള്ള വിജയത്തിലൂടെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആലിം മിണ്ടാതിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അതിനാവൂല, അത് പറയാനാവൂല, അത് പറഞ്ഞാലിപ്പം ഞമ്മക്കതിൻ്റെ ഏൽക്കാനാവില്ല. അങ്ങനെ പറഞ്ഞു വരുന്നതിൽ നിന്നും പിന്മാറി സാക്ഷിക്കായി നിൽക്കുന്ന അവനന്തിതനാണ്. പക്ഷേ ആ പണ്ഡിതന്റെ പേരെന്താണെന്നറിയോ? ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അവൻ മൽഊനായ പണ്ഡിതനാണെന്ന്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാണ്ഡിത്യമുണ്ട്. പക്ഷേ ആ പാണ്ഡിത്യമുള്ള പണ്ഡിതനായ പണ്ഡിതോചിതമായി ജീവിക്കാതിരുന്നപ്പോൾ ആ അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ബാധ്യതയും കടമയും സമുദായത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാതെ അവനെ എന്നാൽ അവന്റെ പേര് ആലിമുൻ മൽഊൻ എന്നാണ്. ആലിമുൻ മൽഊൻ. മാഷാ അല്ലാഹ്, എന്താ ഈ പറയുന്നു? ആലിമിൻ മൽഊനാവോ? മൽഊനാകും. ഏറ്റവും വലിയ ആലിമായിരുന്നല്ലോ ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആലിമുൽ അല്ലാമയായിരുന്നു ഇബ്ലീസ്. മലായിക്കത്തുകൾക്ക് പോലും പഠിച്ചു കൊടുത്തിരുന്ന ആ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസിന് എൽമില്ലാത്തത് കൊണ്ടല്ലല്ലോ, ഇബ്ലീസിന് പാണ്ഡിത്യമില്ലാത്തത് കൊണ്ടല്ലല്ലോ. പക്ഷേ ആ ഇബ്ലീസ് എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറഞ്ഞത്, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ. പണ്ഡിതനാണിത്. പണ്ഡിതനാകാത്തത് കൊണ്ടല്ല, പാണ്ഡിത്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഒരു പണ്ഡിതന് പണ്ഡിതോചിതമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവൻ മറ്റു മാർഗത്തിലൂടെ നീ തുടങ്ങിയാൽ എത്ര വലിയ പണ്ഡിതനായാലും വേണ്ടില്ല, അല്ലാഹ് അങ്ങനത്തെ പണ്ഡിതന്മാരെ വേണ്ട. അതാണ് ഇതിന്റെ അർത്ഥം. അസ്സലാമു നൂറുബി തങ്ങൾ DC ആയിട്ടുണ്ട്. തങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്. ഇൻഷാ അല്ലാഹ് KK പുറത്തുനിന്നുള്ള ലൈവ് ആയിരുന്നു ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒന്ന് തങ്ങൾ ആരെങ്കിലും അത് മോൺ ചെയ്ത് കൊടുക്കുമോ? അഡ്മിൻസ് ആരെങ്കിലും ഒരു ദിനം ഫ്രീ ഒന്ന് ബോൺ ചെയ്യുമോ?
ഒന്നാമത് ബൈലക്സ് നല്ല പ്രോബ്ലം ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. മുറിഞ്ഞ ദിവസം അത് കേൾക്കുന്നുണ്ടോ? ഞങ്ങളത് ഫോൺ ചെയ്ത് തീർക്കാൻ. അഡ്മിന്മാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് തീർക്കണം. ആരുമില്ല. ദിൽഷാദ് അബൂബക്കർ സാഹിബ് ഒരു മിനിറ്റ് ഒന്ന് മൈക്കിൽ വരുമോ? ദിൽഷാദ് അബൂബക്കർ സാഹിബ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും മൈക്കിൽ വരുമോ? ഓക്കെ, ഒരു മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും തങ്ങളെ DC ഏതാണ്, നല്ലൊരു ലൈവായിരുന്നു നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ആരെങ്കിലും പൗൺസ് ചെയ്തിട്ട് തങ്ങൾ വീണ്ടും വരും എന്ന് വിചാരിക്കാം. അതുവരെ അല്പസമയം ഒരു ചെറിയ ലേഖനം വായിക്കാം. സ്ത്രീകൾ വഞ്ചിക്കപ്പെടുന്നുവോ? പെണ്ണുങ്ങോട് അബൂബക്കർ സാഹിബ് എഴുതിയ ഒരു ചെറിയ ലേഖനം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. വിശുദ്ധ ഖുർആൻ അൻ-നിസാ 34. ഈ വിശുദ്ധ വചനം അധിക വായനയ്ക്ക് വിധേയമാക്കണം. ജന്മനാ സ്ത്രീ സൃഷ്ടിപ്പിൽ അടങ്ങിയ ലോലത പലപ്പോഴും അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ശുദ്ധ ഹൃദയകാരികളാണ് സ്ത്രീകൾ. എളുപ്പം അവരെ വശത്താക്കാനും പറഞ്ഞു വഞ്ചിക്കാനും വിശ്വസിപ്പിക്കാനും സാധ്യമാവും. ഈ അനുകൂല ഘടകം ചൂഷണം ചെയ്താണ് വ്യാപകമായി സ്ത്രീകൾ വഞ്ചിക്കപ്പെടുന്നത്. വീടുകളിൽ കയറി വരുന്ന അപരിചിതരായ കച്ചവടക്കാർ, പിരിവുകാർ, സിദ്ധന്മാർ തുടങ്ങി പലരുടെയും വെട്ടിൽ സ്ത്രീകൾ വീണുപോകുന്നു. ഈയിടെ കരുനാഗപ്പള്ളിയിൽ താജുദ്ദീൻ എന്ന ഒരു വ്യാജസിദ്ധന്റെ ജിന്ന് ചികിത്സയ്ക്കിടയിൽ 26 വയസ്സുകാരിയായ അസീനയ്ക്ക് നഷ്ടമായത് വിലപ്പെട്ട ജീവൻ തന്നെയാണ്. ശബ്ദമില്ല. ഹലോ, ശബ്ദം കുറവാ? ഭർത്താവുമായുള്ള പിണക്കം, വീട്ടുകാർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം, നിരന്തര രോഗങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾ വേട്ടയാടുന്ന പല സ്ത്രീകളെയും തട്ടിപ്പ് വീരന്മാർ വലയിൽ വീഴ്ത്തുന്നു. പല സ്ത്രീകളെയും വേട്ടയാടിപ്പിടിച്ച് സാമ്പത്തികമായും ശാരീരികമായും നശിപ്പിക്കുന്ന ധാരാളം ദുഷ്ടശക്തികൾ നാട്ടിൻപുറങ്ങളിലും കാണും. അവരിൽ നിന്നൊക്കെ മാനവും പണവും ജീവൻ രക്ഷിക്കാനുള്ള സുപ്രധാന കവചമാണ് ഭർത്താവ്, പിതാവ്, സഹോദരൻ തുടങ്ങിയ സംരക്ഷണ ചുമതലയുള്ള പുരുഷന്മാർ. ഇവരുടെ കവചം ഭേദിച്ചുമാർ, സിദ്ധന്മാർ, വ്യാജ തരീക്കത്തുകൾ, വ്യാജ തീർത്ഥാടന സ്ഥലങ്ങൾ, വ്യാജ അത്ഭുതങ്ങൾ, അത്ഭുത വസ്തുക്കൾ ഇതൊക്കെ മുന്നും പിന്നുമില്ലാതെ സ്വീകരിച്ച് പുരുഷൻ അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ. പുരുഷന്റെ അനുവാദവും വാങ്ങണം. എങ്കിൽ പത്രങ്ങളിൽ കാണുന്ന മഹാ അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവും. തീരുമാനമാകുന്നു. വിശുദ്ധ ഖുർആൻ അൽ-ബഖറ. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ശക്തിയായി തന്നെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അവരുടെ സമ്പൂർണ്ണ സുരക്ഷ ഉത്തരവാദിത്തം നൽകപ്പെട്ടത് പുരുഷനാണെന്ന് നിലക്ക് പദവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കലാലയങ്ങളിൽ കൗമാരക്കാരികളെ വഴിയൊഴിപ്പിക്കാൻ കൗമാരക്കാർക്ക് അധികം പണിപ്പെടേണ്ടി വരുന്നില്ല. വഴിവിട്ട ജീവിതം നയിക്കാൻ ഇടയായിത്തീരുന്ന പലരും പുരുഷനാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ചക്രവാക്കിലും വ്യാജ സൗഹൃദത്തിലും ആകൃഷ്ടരായാണ് പാവം യുവതികൾ ദുരിതത്തിൽപ്പെടുന്നത്. ആഴത്തിൽ ആലോചിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സ്ത്രീകൾക്കുള്ള മികവ് കുറവ് പുരുഷന്മാർ ചൂഷണം വിധേയമാക്കുന്നു. ഇവിടെ സ്ത്രീകൾ സ്വന്തത്തെക്കുറിച്ച് അറിയുകയാണ് വേണ്ടത്. തങ്ങളുടെ ദൗർബല്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ജീവിത വ്യവഹാരങ്ങളെ സമീപിക്കണം. വീടുകളിലെത്തുന്ന പലതരക്കാരായ പുരുഷന്മാരെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന വിധം വിശ്വസിക്കാവതല്ല.
ഏത് വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളേണ്ടതില്ല. സംഭാവനക്കാരായാലും മതവേഷം ധരിച്ചെത്തുന്നവരായാലും ഒരന്വേഷണം, ആലോചന അനിവാര്യമാണ്. പണപ്പെട്ടിയും സ്വർണ്ണപ്പെട്ടിയും വരെ പല വ്യാജന്മാർക്കും നൽകി സാമാന്യം വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ പോലും വഞ്ചിക്കപ്പെടുകയാണ്. വ്യാജസിദ്ധന്മാരും വീഴുമാരും നാൾക്കുനാൾ വളരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ ശിക്ഷയില്ല. പിടിക്കപ്പെട്ടാൽ തന്നെ പണമുണ്ടെങ്കിൽ പുഷ്പം പോലെ രക്ഷപ്പെട്ടു പോരും. മികച്ച അഡ്വക്കേറ്റ് പ്രതിക്ക് വേണ്ടി ഹാജരാവും. സർക്കാർ നിയമിക്കുന്ന പ്രോസിക്യൂട്ടർമാർക്കും ശമ്പളം നൽകാൻ സാമ്പത്തിക ക്രിമിനലുകൾക്ക് പ്രയാസമില്ല. സമയവും മാനവും നഷ്ടമാകുന്ന നിരപരാധികൾ സമൂഹത്തിന്റെ പഴിയും കേൾക്കേണ്ടി വരും. വ്യാജന്മാർ തൊട്ടടുത്ത പ്രദേശത്ത് പൂർവാധികം ശക്തിയോടെ വിലസും. പ്രചാരകരായി ധാരാളം പേർ രംഗത്തുണ്ടാവും. ഇവിടെ പോലീസും ഭരണ സംവിധാനവും മഹല്ല് കമ്മിറ്റികൾ പോലും പരാജയപ്പെടുന്നു. അടിസ്ഥാന സുരക്ഷ ഒരുക്കാൻ സംരക്ഷണാധികാരമുള്ള പുരുഷന് മാത്രമേ കഴിയൂ. ഈ വലിയ യുക്തിയാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. പുരുഷന്റെ അനുഭവത്തിലും അറിവിലും മാത്രമാവണം സ്ത്രീകളുടെ എല്ലാ വ്യവഹാരങ്ങളും. പിതാരക്ഷതി കൗമാരെ, ഭർത്താരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ ഭാരതീയ വിചാരം അല്പം കടുത്തതാണെന്ന പക്ഷം പറയാമെങ്കിലും കുറെ ശരികൾ അതിലുണ്ട്. ഏത് പ്രായത്തിലും സ്ത്രീകൾക്ക് ഒരു സംരക്ഷകൻ അനിവാര്യമാണ്. പിതാവായാലും ഭർത്താവായാലും മകനായാലും സംബിലുമാണ് സ്ത്രീ ജീവിതം. തുറന്ന ലോകത്ത് അവർക്ക് ഇടം അനുവദിച്ചിട്ടില്ല. ജമാഅത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിക്കാതിരുന്നതും പള്ളിയിൽ വിട്ട് അവർക്ക് വീട്ടിലേക്ക് നിസ്കാരം നിശ്ചയിച്ചതും സ്ത്രീയുടെ ഘടനാപരമായ സവിശേഷതകൾ കണക്കിലെടുത്താണ്. സ്ത്രീപക്ഷവാദികൾ അറിയേണ്ടത് സ്ത്രീത്വം തന്നെയാണ്. അള്ളാഹു തുണക്കട്ടെ, ആമീൻ. ഏതായാലും അരുമില്ല അമീർ സാഹിബ് കേൾക്കുന്നുണ്ടോ? ലേഖനോടെ വായിച്ചു ചെയ്യുന്നതാണ്. ഇനി ആരെങ്കിലും ഒന്ന് വരിക. അമീർ സാഹിബ് വിറ്റാമിൻ മൈക്കിലേക്ക് വരാൻ കഴിയോ? സഹോദരന്മാരെ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേഖനം സെലക്ട് ചെയ്യേണ്ടതും അതാണ്. അതിനുള്ള സമയം വേണം. സമയം ഞാൻ ചെലവഴിക്കാം. ആരെങ്കിലും ഒരാൾ മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ പറ്റില്ല. ഏതായാലും ആരും ഇല്ല. അതായത് ഉമ്മയാവണം, ഉമ്മ എന്ന് പറഞ്ഞിട്ട് ലേഖനം. ഇത് ഒന്നും വെച്ചോക്കാം. ഉമ്മയാവണം, ഉമ്മ. ഇയാളെ കാണില്ല. കുടുംബത്തിൽ വന്നാണ്. 2013 ജൂണിൽ വന്നാണ്. ലൈവ് കഴിഞ്ഞല്ല, നമ്മളെ തങ്ങളെ DC ആയി പോയതാണ്. അതുകൊണ്ട് തൽക്കാലം മൈക്ക് ഞാൻ ഏറ്റെടുത്താണ്, വേറെ ആരും കാണാത്തതുകൊണ്ട്. ഏതായാലും വരും എന്ന് പ്രതീക്ഷിക്കാം. തങ്ങളെ ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഉമ്മ വർണ്ണിച്ചാൽ മതിവരാത്ത പദവി, എന്നാൽ അതോടൊപ്പം കനത്ത ചുമതലകൾ ചെയ്തു തീർക്കാനുള്ള അധികാരസ്ഥാനം. എനിക്ക് ആരോടാണ് ബാധ്യതയെന്ന് ഒരാളുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉത്തരം നിന്റെ ഉമ്മയോട് എന്നായിരുന്നു. ചോദ്യം 3 തവണ ആവർത്തിക്കപ്പെട്ടു. ഉത്തരവും ഒരേ കേന്ദ്രത്തിൽ ഒതുങ്ങി. നീണ്ടകാലം സഹവസിക്കുന്ന കേന്ദ്രം എന്ന നിലയ്ക്ക് മാത്രമല്ല ഉമ്മയുടെ പ്രാധാന്യം കൈവരുന്നത്. കുട്ടികൾ സംശീകരിക്കുന്ന ശീലം, സ്വഭാവം തുടങ്ങിയവയിലെല്ലാം ഗർഭസ്ഥ ശിശു ആയിരിക്കെ പോലും ഇടങ്ങളുണ്ടെന്നാണ് പുതിയ പഠനഫലങ്ങൾ. ഗർഭിണികൾക്ക് മാനസിക പിരിമുറുക്കമുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നു. കാരണം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയും ബാധിക്കുമെന്നത് കൊണ്ടുകൂടിയാണ്. ജന്മത്തോടെ ഇത് ഏറെ പ്രാധാന്യം കൈവരും. തങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെന്ററിന്റെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി. അത് കിട്ടിയതും വാസ്തവത്തിൽ നിങ്ങളുടെ നാട്ടിനുള്ള അഭിമാനമാണ്. അദ്ദേഹത്തിന് കിട്ടുന്നത് അതിന്റെ ഒരു ഭാഗം ഈ നാട്ടിനുള്ള അംഗീകാരമായി. KK പുറം മഹല്ലത്തിന് അതിലൊരു ഷെയർ കിട്ടുകയാണ്. അതെന്തുകൊണ്ട്? അദ്ദേഹം ഈ നാട്ടിൽ ഇത്രയും കാലമായി നിങ്ങൾക്ക് ഇവിടെ നിലകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ അംഗീകാരവും ഈ ആദരവും അതും നമ്മുടെ നാട്ടിന് ഒരു വലിയ അംഗീകാരമായി മാറുന്നു. അപ്പൊ അതിനൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഉസ്താദ് അദ്ദേഹം, അതുപോലെ മക്ക SYSന്റെ വകയായിട്ടുള്ളത്, അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അവരുടെ സേവനത്തിന്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിന് അതിന്റെ മൂല്യം കണക്കാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന പ്രകാരത്തിലുള്ള ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്.
ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവരുടെ സേവനത്തിന്റെ മൂല്യം. ആ മൂല്യം കണക്കാക്കി നല്ലൊരു മുദരീസാണ്, നല്ലൊരു ഖത്തീബാണ്, നല്ലൊരു ഖാദിയാണ് എന്നൊക്കെ കണ്ടെത്തിയ ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് ഇവരുടെ എല്ലാ ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളുമൊക്കെ ശരിക്കും അതിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെലക്ഷൻ നടത്തപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സെലക്ഷൻ നടത്തി അതിലെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒരു വലിയ ആദരവായി അംഗീകാരമായി നമുക്കൊക്കെ കാണാൻ സാധിക്കും. ആ നിലയ്ക്ക് നമ്മളുടെ നാട്ടിനും അതൊരു അഭിമാനമായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പരിപാടി, നിങ്ങളുടെ ഈ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇത്രയും ആളുകളൊക്കെ പങ്കെടുത്ത് നിങ്ങളൊക്കെ തന്നെ ഇതിങ്ങനെ കേട്ട് ആസ്വദിക്കുകയാണ്. ഈ നാട്ടിലുള്ള നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരവും കൂടി ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർ വന്നു. തങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നേരത്തെ കുഞ്ഞമ്മദാജി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, പോയി വരാൻ കഴിയൂല, ഒഴിവില്ല, കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള നിലക്ക് അതിനുവേണ്ടി കാത്തിരുന്ന് തങ്ങളോട് നിർബന്ധമായും ഒരു ദിവസം തരണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം തങ്ങൾ അതിന് തന്നു. അങ്ങനെയാണ് തങ്ങൾ ഇവിടെ നേരത്തെ എത്തി. നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയതിന് വളരെ നേരത്തെ എത്തി. അങ്ങനെ എത്തി അത്രയും സമയം നമുക്കിടയിൽ ചെലവഴിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ട് ഈ മഹല്ലത്തിന്റെ കാവി കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട ഈ ഉസ്താദിനുള്ള ഈ ആദരവും അംഗീകാരവും നിങ്ങളെയൊക്കെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ്, അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അതുപോലെ ഈ നാടിനെയും ഈ നാട്ടിലുള്ള ആളുകളെയൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന് നല്ല മാർഗത്തിലൂടെ നിങ്ങളെയൊക്കെ നയിക്കാൻ പടച്ച തമ്പുരാൻ എല്ലാവിധ കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വലിയ സദസ്സിൽ അദ്ദേഹത്തെ ആദരിച്ചതിനുള്ള, ആ ആദരവിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സാലിഹീങ്ങളോടുകൂടെ, അല്ലാഹു ബഹുമാനിച്ച മഹത്തുക്കളോടുകൂടെ, അല്ലാഹു സ്വീകരിച്ച ആലിമീങ്ങളോടുകൂടെയാക്കി എന്ന് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾക്ക് നമ്മളുടെ പ്രസ്ഥാനം സമസ്തയാണ്. സമസ്തയല്ലാത്തൊരു പ്രസ്ഥാനം കേരളീയ മുസ്ലിങ്ങൾക്കില്ല. അതിന്റെ ഇടയിൽ ഏത് ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടും കാര്യമില്ല. സമസ്ത എന്ന് പറയുന്നതാണ് ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക പരമാധികാര പരമോന്നത പണ്ഡിത സഭ. അതാണ് നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത. അപ്പൊ ആ സമസ്തയുടെ പിന്നിൽ അണിനിറന്ന് അടിയുറച്ചു നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളാൻ നിങ്ങളൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാകണം. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളൊക്കെ തന്നെ നന്നായി സഹകരിക്കണം എന്നുകൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു നമുക്കൊക്കെ അതിന് തോൽപ്പിച്ചു ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, ധാരാളം ആളുകളൊക്കെ ഇവിടെ നിന്ന് മരണപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബന്ധപ്പെടുന്ന ഈ രണ്ടത്താനി കേൾക്കപ്പുറം പ്രദേശങ്ങളൊക്കെ അന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ വേദിയിൽ വരുന്നു, ഒപ്പം ഇരുന്നിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ താല്പര്യത്തോടെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മളോട് വിട പറഞ്ഞു പോയി. അവരൊക്കെ തന്നെ ഇന്ന് നമ്മുടെ കൂടെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ ആളുകളുടെയും അവരുടെ പരലോക ജീവിതം കൊണ്ട് അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മളുടെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. ഈ മാതായ മജ്‌ലിസിൽ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട്. പലർക്കും രോഗമുണ്ട്. രോഗികളായ പല ആളുകളും രോഗം സുഖമാകാൻ വേണ്ടി, ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെയും അവരുടെയും എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മളുടെയും അവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. നമുക്കും അവർക്കും ദീർഘകാലം ഇനിയും ഈ സമുദായത്തിനെയും ഈ മഹത്തായ പ്രസ്ഥാനത്തിനുമൊക്കെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ദീർഘകാലം ജീവിക്കാനുള്ള ദീർഘായുസ്സല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.